ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മദീനയിലെ ഒരു ദിവസമാണ് കേട്ടോ. മദീനയിൽ നമ്മൾ ഒരു 4 ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എൻ്റെ സൗണ്ട് നല്ല മോശമാണ് കേട്ടോ. കോൾഡൊക്കെ വന്ന് നല്ല മോശമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത്. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ. മദീനയിലേക്ക് പോയപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ മുന്നേ നമ്മൾ കഴിഞ്ഞ വീഡിയോ മക്കത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ ആഗ്രഹമുള്ള കുറച്ച് ക്ലിപ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേർക്ക് ഒരുപാട് ഇഷ്ടമായി കാണാൻ കഴിഞ്ഞതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ അറിഞ്ഞതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ മദീനയിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ നമ്മളിങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും റോളോ കാര്യങ്ങളോ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഫുൾ ഫില്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് ജസ്റ്റ് ഒന്ന് ഇത് കണ്ടോ, ഇതുപോലത്തെ റോളുകൾ. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചിക്കനും ഇങ്ങനെ നമ്മളെ എന്താ പറയുക, ഉരുളക്കിഴങ്ങിൻ്റെ എന്താ അതിന് പറയുക, ആ ഒരു ഫില്ലിങ്ങും ഒരു പ്രത്യേക സോസും ഒക്കെ ആയിട്ട് ഒരു ബ്രോസ്റ്റഡിൻ്റെ ഒരു ഫ്ലേവറുള്ള ചിക്കനാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കിയിട്ടുള്ളത്. നല്ല സോസുമാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഇവരുടെ ഈ ഒരു റൊട്ടീൻ്റെ കൂടെ ഇത് വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതും ചായയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഒന്ന് ഉച്ചക്കത്തെ കാര്യം നോക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. ഫുള്ള് നമ്മൾ വയറ് നല്ല ഫില്ലായിട്ട് തന്നെ ഇരിക്കും. എന്നാൽ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ഫുഡിലൊന്നും. അപ്പോൾ ഇത് നമ്മളറിയുന്ന മീൻസ് ഇവിടെ വന്നിട്ട് പരിചയമായതാണ് കേട്ടോ. റഫീഖ് ഓരോരോ ആളുകളിലൂടെ പരിചയപ്പെട്ട ഓരോരോ സ്ഥലത്ത് നമുക്ക് ഓരോ ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉസ്താദാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഉസ്താദ് നമ്മളെ മദീനയിലേക്ക് പോകുന്ന ടാക്സി ഉണ്ടാവും, അതുപോലെ തന്നെ ബസ്സുകളുണ്ടാവും കേട്ടോ. മദീനയിലേക്ക് ഇവിടെ നിന്ന് മക്കത്തുനിന്ന് മദീനയിലേക്ക് 5 മണിക്കൂർ യാത്രയാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ടാക്സിയിലാണ് പോകുന്നത്. 7 സീറ്റ് ടാക്സിയിലാട്ടോ പോകുന്നത്. 7 പേരുണ്ടാവും. അത് 7 പേരായിക്കഴിഞ്ഞാൽ അവരവിടെ നിന്ന് അതെടുക്കും. 5 മണിക്കൂറാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമുക്കത് 5 മണിക്കൂർ പെട്ടെന്ന് പോകുന്ന പോലെ തോന്നും. ഒന്ന് വണ്ടിയിൽ ഫുൾ AC യും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പിന്നെ നല്ല വണ്ടിയും കാര്യങ്ങളും ആയിരിക്കും. പിന്നെ നമ്മളെ റോഡ് പോലെയല്ലല്ലോ, നല്ല എന്താ പറയുക, നല്ല റോഡായിരിക്കും. നമുക്കൊരു കുലുക്കോ ഒന്നുമില്ലാതെ സ്പീഡിൽ എത്തും കേട്ടോ. അപ്പോൾ നമുക്കൊരു ബോറായിട്ട് അത്രയും സമയം ഇരുന്നു വണ്ടിയിൽ എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കേട്ടോ, അത് കേൾക്കാതെ ഇനിയിപ്പോൾ ഫുൾ കേൾക്കാതെ പലരും പറയും എന്തിനാ വീഡിയോ ഒക്കെ ഇടുന്നത്, നിങ്ങൾ അവിടെ ചെന്നാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നുകൂടെ എന്നൊക്കെ ചോദിക്കും. ഞാൻ വീട്ടിലെത്തിയിട്ടാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോ തരുന്നത് കേട്ടോ. അവിടെ നിന്നായാലും നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് നമ്മൾ വീഡിയോ തരുന്നത്. അത് നമ്മളിപ്പോൾ ഇവിടുന്ന് മക്കത്തേക്ക് പോകുന്നവർ ഒരു സെൽഫി എടുക്കുന്നതും ഒരു വീഡിയോ എടുക്കുന്നതും ഒരു തെറ്റും ഇല്ല കേട്ടോ. അതൊക്കെ നമ്മൾ ശരിക്കും എടുത്തു പോകും കേട്ടോ. കുറേ അല്ലെങ്കിലും ഒന്നൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ പ്രിയപ്പെട്ടവർക്ക്, നമ്മളെ അമ്മമാർക്കും നമ്മളെ ബാക്കിയുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കും. കാരണം നമുക്ക് അത്ഭുതമാണ് അവിടെ ചെന്നാൽ. അപ്പം എന്താ പറയുക, 24 മണിക്കൂർ നമ്മൾ പ്രെയർ ചെയ്തിട്ടോ നമ്മൾ നിസ്കരിച്ചിട്ടോ അല്ല മക്കത്തായാലും മദീനത്തായാലും ഉള്ളത്. നമ്മൾ ആ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്, നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഇവിടെ ഇരുന്നിട്ട് ആ പോകുന്നവരെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. ആ കാര്യം അവരൊരു വീഡിയോ ഇട്ട് തന്നു അല്ലെങ്കിൽ അവരൊരു ഫോട്ടോ ഇട്ട് തന്നു എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇതാണോ അവിടെ പണി എന്നൊന്നും പറയരുത്. കാരണം അവിടെ എത്തിയ ഒരാളും നമസ്കാരം വിട്ടിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ മാക്സിമം പ്രാർത്ഥനകൾ ചെയ്തിട്ടായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാകുക. നമ്മളിവിടെ നിന്ന് വെറുതെ അവരെ വിമർശിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് ചെയ്യുന്നതും കൂടെ അവർക്ക് കൊടുക്കണ്ട വെറുതെ. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതും ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ നിസ്കരിക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ല നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക ആദ്യം. എന്നിട്ടും നിങ്ങൾക്ക് അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്തവർ എൻ്റെ വീഡിയോ കാണേണ്ട, സ്കിപ്പ് ചെയ്തോ. ഞാൻ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യില്ലേ, അപ്പോൾ നിങ്ങൾ വന്നാൽ മതി.
മദീന കാണാൻ ഇഷ്ടമുള്ളവരും റസൂലിൻ്റെ കുബ്ബ കാണാൻ ഇഷ്ടമുള്ളവരും മദീന പള്ളി കാണാൻ ഇഷ്ടമുള്ളവരും കഴിഞ്ഞ വീഡിയോ ആണെങ്കിലും കാബ ഒരു പ്രാവശ്യമെങ്കിലും നമുക്കൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാകും. ഒന്നും അറിയുന്നുണ്ടായില്ല, ഇവിടെ എന്താണ് ഏതാണ് ഒന്നും അറിയുന്നുണ്ടായില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒന്നുമില്ല, അതിനെക്കുറിച്ച് ബ്ലാങ്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിയാനും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനും കാണാനും അവിടെ എന്താണ് എങ്ങനെയാണ് അതൊക്കെ നമുക്ക് ഇതിലൂടെ തന്നെയാണ് ലഭിക്കുന്നത്. നമുക്ക് അത് മീഡിയയിലൂടെ തന്നെയാണ് ഞാൻ കണ്ടതും മനസ്സിലാക്കിയതും. കൂടുതൽ അറിവുകൾ എനിക്ക് കിട്ടിയതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ കുറേ പേര് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ റൂമിലെത്തി. ഇപ്പോൾ നമ്മൾ റൂമിലെത്തി ഉടനെ തന്നെ നമ്മൾ വേഗം ളുഹർ നിസ്കരിച്ചു. അപ്പോൾ ഇതാ അസ്ർ നമസ്കാരത്തിന് സമയമായിട്ടുണ്ട്. മീൻസ് 4 മണിയോട് ഒരു 3:45 ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ റൂമിൻ്റെ നേരെ നോക്കിയാൽ നമുക്ക് കുബ്ബ കാണാം, പച്ചക്കുബ്ബ കാണാം, അറിയാലോ. അപ്പോൾ അത്രയും അടുത്ത് തന്നെയാണ് നമുക്ക് റൂം കിട്ടി. ആ നേരെ കാണുന്നത് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വെയിലിൻ്റെ ഭയങ്കര വെയിലാണ്. ആ വെയിൽ കൊണ്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ എനിക്ക് സൂം ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടോ മദീന പള്ളിയാണ് കേട്ടോ നമ്മൾ ആ കാണുന്നത്. നമ്മൾ റൂമിന് നേരെ നോക്കിയാൽ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വേഗം ളുഹർ നിസ്കരിച്ച് അസറിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് കൊടുക്കും. ഇവിടെ നമുക്ക് വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റസൂലുള്ളാഹിനോടും ബാക്കിയുള്ള അവിടെ ഉള്ളവരോടും സലാം പറയും. കാരണം നമ്മൾ റൗദയിലേക്ക് കിട്ടിയത് അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ സലാം പറയും. അത് കഴിഞ്ഞിട്ട് ഫർള് നമസ്കാരം, ഇവിടുത്തെ ഫർള് നമസ്കാരത്തിന് നമ്മൾ എല്ലാ ഫർള് നമസ്കാരത്തിനും നമ്മളിവിടെ ഉണ്ടാവുക. സുന്നത്ത് നമസ്കാരത്തിന് തന്നെ എത്രയോ കൂലിയുള്ള സംഭവമാണ്. അപ്പോൾ ഫർള് നമസ്കാരത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അത് മിസ്സാക്കാതെ നമ്മൾ ഇവിടെ പള്ളിയിൽ തന്നെ കയറാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെയാണ് മദീനയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. റസൂലിനോട് സലാം പറയുക, ബാക്കി ഇങ്ങനെ നമസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. അതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ബാങ്ക് കൊടുത്തു. പിന്നെ ഞാനിതിൻ്റെ വോയിസ് കൊടുക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ, ഇവിടെ വീട്ടിൽ വന്നതിൻ്റെ ശേഷമാണ്. ഇത് ജസ്റ്റ് ക്യാമറ ഓണാക്കി ഞാനിങ്ങനെ പിടിച്ച് ആ വഴികളിലൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാനും റഫീഖയും ഇപ്പോൾ 2 ആകും. ആണുങ്ങൾ മദീനത്ത് നമ്മൾ മക്കത്ത് ആണുങ്ങളും പെണ്ണുങ്ങൾക്കും ഒരേപോലെ പോവാട്ടോ. എല്ലായിടത്തും ഒരുമിച്ച് തന്നെ പോവാം. പക്ഷെ മദീനയിൽ അങ്ങനെയല്ല. മദീനയിൽ ഇവിടുന്ന് നമ്മൾ 2 പേരും, ആണുങ്ങൾ വേറെ ഭാഗത്ത് കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പെണ്ണുങ്ങൾ വേറെ ഭാഗത്ത് കൂടെയാണ്. ഇത് കണ്ടോ. ഇപ്പോൾ എനിക്ക് ഈ ഒരു സമയത്തല്ലേ നമ്മൾ വന്ന് ബാങ്ക് കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഇത് കണ്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ആളായി കഴിഞ്ഞാൽ അവിടെ അവർ തടഞ്ഞു വെക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി പറ്റില്ല, സ്ഥലം ഉണ്ടാവില്ല കേട്ടോ, അത്രയും ടൈറ്റായിരിക്കും. അപ്പോൾ ഞാൻ അസ്ർ നമസ്കാരത്തിന് ശേഷം, അസ്ർ നമസ്കാരം കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. അസ്ർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആളുകൾ പള്ളിയിൽ നിന്ന് കുറച്ച് ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് പോകും, കുറച്ച് ആളുകൾ അവിടെ ഇരിക്കും അങ്ങനെ. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി. ഇത് കണ്ടോ, പള്ളീൻ്റെ ഉൾഭാഗമാണ് കേട്ടോ, മദീന പള്ളീൻ്റെ ഉൾഭാഗമാണ്. ഇനി കുറച്ച് സമയം ഇവിടെ ഇരുന്ന് നമുക്ക് ഖുർആൻ ഓതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സുന്നത്ത് നമസ്കാരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ദിക്റില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ റഫീഖൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ജന്നത്തുൽ ബഖീയിൽ അവർക്ക് ഇതുണ്ടാവും, സിയാറത്ത് ഉണ്ടാവും അസ്ർ നമസ്കാരത്തിന് ശേഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പോകും. അപ്പോൾ ആ ഒരു ടൈമും കൂടെ ഞാനിവിടെ ഉണ്ടാവും, ഞാൻ പള്ളിയിലിരിക്കണമല്ലോ. അതിന് ശേഷം ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്, അപ്പോഴാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഇല്ലാതെ നമ്മൾ പുറത്തിറങ്ങേണ്ട കാര്യമില്ല. അവിടെ വെയിലത്ത് നമ്മൾ കുറേ നേരം കാത്തു നിൽക്കേണ്ടി വരും. അങ്ങനെ ഞാൻ കുറച്ച് സമയമൊക്കെ ഖുർആനൊക്കെ ഓതി കാര്യങ്ങളൊക്കെ ഇതായതിന് ശേഷം സംസം കുടിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്നിട്ടല്ലേ ഉള്ളൂ, ഒന്നും കാര്യങ്ങളൊന്നും എടുത്തു വെക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ അടുത്ത മഗ്‌രിബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വീണ്ടും വരും, അടുത്ത് തന്നെയല്ലേ. അപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ ഏകദേശം സമയമായി കേട്ടോ. ഞാൻ ആ ഒരു സമയം ഇവിടെ അകത്തുണ്ടായി. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നമ്മളെ കയ്യിൽ ചെരുപ്പുണ്ടാവും. ആ ചെരുപ്പ് നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ഒരു റാക്കിൽ വെക്കണം ഒന്നുകിൽ, ഇല്ലെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ നമ്മളെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. ആ പ്ലാസ്റ്റിക് കവറിലേക്ക് ചെരുപ്പ് വെച്ചിട്ട് നമ്മൾ ആ ബാഗിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ കൈ പിടിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ സേഫ് കേട്ടോ. കാരണം റാക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുള്ളതാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും, മിസ്സായിപ്പോവും, അങ്ങനെയൊക്കെ വരാം. ഇതിപ്പോൾ കണ്ടോ, നമസ്കാരം കഴിഞ്ഞ് ആ ഒരു സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് പോകേണ്ടി വരും, അത്രയും ജനങ്ങളായിരിക്കും. പക്ഷെ ഇപ്പം നമസ്കാരം കഴിഞ്ഞ് കുറച്ചധികം ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് ഇത് കണ്ടോ കുറച്ച് ആളുകളൊക്കെ ഒഴിഞ്ഞു കേട്ടോ. കുറച്ച് പേരൊക്കെ പോകുന്നവരൊക്കെ പോയി, പിന്നെ അകത്തിരിക്കുന്നവരൊക്കെ അകത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് വരാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാൻ പുറത്തെത്തി. ഞാൻ അടയാളം വെച്ച കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോവാണ് കേട്ടോ. മദീനപ്പള്ളിയിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്, അതായത് പെണ്ണുങ്ങൾ ഒറ്റയ്ക്കും ആണുങ്ങൾ അപ്പുറത്തോടെ പോവല്ല. അപ്പോൾ നമ്മൾ ഒരു ഗേറ്റിൻ്റെ ഒരു നമ്പറോ അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ, ഞാനിപ്പോൾ ഈ ബ്ലാക്ക് എഴുത്ത് കണ്ട അറബിയിൽ അവിടെ ആ ഒരു ബോർഡ്, അത് കുറച്ച് ലോങ് ആണ് കേട്ടോ ഇവിടെ തന്നെ, അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ നമ്പറും 310 കണ്ടില്ല, അതും നോക്കി വെച്ചിട്ട് ആ ഒരു ഗേറ്റ് നമ്പറും നോക്കി വെച്ചു. അങ്ങനെ ആ ഗേറ്റ് നമ്പർ ഓർത്ത് വെച്ചാൽ മതിയിട്ട്, അങ്ങനെ കുറേ നമ്പറൊന്നും ഉണ്ടാവില്ല. ആ നമ്പർ ഓർത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ മിസ്സായാലും അവരോട് ഫോണിലൂടെ ഞാൻ ഇവിടെയുള്ള ഞാൻ അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാലും അവർ അങ്ങോട്ടേക്ക് വന്നാൽ അവർ നിങ്ങളെ പിക്ക് ചെയ്തോളും. അപ്പോൾ അങ്ങനെ വഴി തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട് ഒറ്റക്കൊക്കെ പോയാൽ പ്രത്യേകിച്ചും. പക്ഷേ ഒറ്റക്ക് പോയാൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴി തെറ്റും, പക്ഷേ അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയിട്ട് തിരിച്ച് പിന്നെ മഗ്‌രിബ് നമസ്കാരത്തിന് കണക്കാക്കിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് പള്ളിയിലേക്ക് തന്നെ, പള്ളീൻ്റെ ഉള്ളിൽ തന്നെ സ്ഥാനം കിട്ടിയിട്ട്, അപ്പോൾ കുറച്ച് നേരത്തെ ആണെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ ആയിരിക്കും റൂമൊക്കെ. പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ നമുക്ക് ആ കൂലിയൊക്കെ കിട്ടും. പക്ഷെ ഒന്നും കൂടെ നമുക്കൊരു ഫീൽ ചെയ്യുക അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് തന്നെ കയറാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അപ്പോൾ ഞാൻ പള്ളീൻ്റെ ഉള്ളിലെത്തി. ഇനിയിപ്പോൾ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കാരമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്നില്ലേ ഞാൻ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ എന്താ പറയുക, നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടു കേട്ടോ. അത് നല്ല കോമഡിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിലത് പറയാനുള്ള ടൈമില്ല കേട്ടോ. നമ്മൾ ചെറിയ വീഡിയോ അല്ലേ ചെയ്ത്, പിന്നീട് ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നാളെ റസൂലിൻ്റെ അടുത്തേക്ക് റൗദയിലേക്ക് നമുക്ക് എൻട്രി കിട്ടിയത് നാളെയാണ് കേട്ടോ. അടുത്ത ദിവസമാണ് റഫീഖക്കും എനിക്കും പ്രത്യേക സമയത്താണ് കിട്ടിയത്. അപ്പോൾ ആ വീഡിയോ അടുത്ത ദിവസം ഞാൻ തരാം. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇശാ നിസ്കരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോവും. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല കേട്ടോ, നമ്മൾ ഒരു ആപ്പ് വഴിയാണ്, നമ്മൾ ഓൺലൈൻ ആപ്പ് വഴി ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ റൗദയിലേക്കുള്ള എൻട്രി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ അത്ര തിക്കും തിരക്കും ഇപ്പോൾ അതിനില്ല. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് വന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ അതിൽ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ നല്ല കോൾഡ് ഉണ്ട്, പനി ഉണ്ടായിരുന്നു, പനി റെഡിയായി, ചെവി വേദന, കോൾഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും കുഴപ്പമില്ല. നമ്മൾ എല്ലാം എനിക്ക് വീട്ടിലെത്തിയതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ സ്റ്റാർട്ടായത് കേട്ടോ. റൂമിൽ അവിടുന്ന് വരുന്ന ആ ഒരു ദിവസം തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. സൗണ്ട് പതുക്കെ റെഡി ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഞാനിങ്ങനെ എടുത്തിട്ടുള്ള അവിടുന്ന് എടുത്ത് 2-3 വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു, കുഴപ്പമില്ലാതെ. കുറേ പേര് അന്വേഷിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്ത എന്താന്നൊക്കെ ചോദിച്ചിട്ട്. ഒന്നിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുക, പെട്ടെന്ന് അസുഖമെല്ലാം മാറിയിട്ട് നല്ല എനർജി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.